നമസ്കാരം. അഗ്നിഹോത്രികളുടെ 2025 ജൂൺ മാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്രഫലം. കാർത്തിക നക്ഷത്രം. കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവരുടെ 2025 ജൂൺ 1 മുതൽ 30 വരെ, അതായത് ഇടവം 18 മുതൽ മിഥുനം 16 വരെയുള്ള സമ്പൂർണ്ണ നക്ഷത്രഫലങ്ങളാണ് നവഗ്രഹങ്ങളുടെ രാശി സഞ്ചാരം അവലംബിക്കുന്നു. വിവാഹിതരാണെങ്കിൽ നിങ്ങളുടെ വിവാഹ ജീവിതം വളരെ സന്തോഷകരമായിരിക്കും. നിങ്ങളുടെ ജീവിത പങ്കാളി കഴിവുള്ളവരും പ്രതിജ്ഞാബദ്ധതയുള്ളവരുമാണ്. നിങ്ങളുടെ ജീവിത പങ്കാളിക്ക് നിങ്ങളെ മുൻപരിചയമുണ്ടായിരിക്കാം. പ്രേമവിവാഹത്തിനുള്ള സാധ്യത കാണുന്നുണ്ട്. നിങ്ങളുടെ മാതാവുമായി നിങ്ങൾക്ക് പ്രത്യേക അടുപ്പമുണ്ടാവുകയും നിങ്ങളുടെ കൂടപ്പിറപ്പുകളെക്കാളും കൂടുതൽ സ്നേഹം നിങ്ങൾക്ക് മാതാവിൽ നിന്നും ലഭിക്കുകയും ചെയ്യുന്നതായി കാണുന്നു. സഹോദര ഗുണം കാണുന്നുണ്ട്. ജോലിക്കാർക്ക് പൊതുവെ മോശമല്ലാത്ത ജീവിത സാഹചര്യങ്ങളും പരിതസ്ഥിതികളുമാണ് ജൂൺ മാസം കാണുവാൻ സാധിക്കുന്നത്. എന്നാൽ അസ്വസ്ഥതജനകങ്ങളായ ഓഫീസ് അന്തരീക്ഷം, സഹപ്രവർത്തകരുമായുള്ള പ്രശ്നങ്ങൾ, മേലുദ്യോഗസ്ഥരുടെ അനുകൂലമല്ലാത്ത പെരുമാറ്റം എന്നിവ മൂലം നിങ്ങൾക്ക് വിവിധങ്ങളായ വിഷമതകൾ അനുഭവിക്കേണ്ടി വരുന്നതായി കാണാം. ഇനി ജോലിക്കായി ശ്രമിക്കുന്നവർക്ക് ജൂൺ മാസം വളരെ സന്തോഷാനുഭവങ്ങളാണ് തരുന്നത്. ഇനി കച്ചവടം, വാണിജ്യം, വ്യവസായങ്ങൾ എന്നിവ ചെയ്യുന്നവർക്ക് സർക്കാർ ആനുകൂല്യങ്ങൾ, വായ്പകൾ എന്നിവ ലഭിക്കുന്ന സമയമാണ്. തങ്ങളുടെ കർമ്മമണ്ഡലങ്ങൾ കൂടുതൽ വിപുലീകരിച്ച് വികസിപ്പിക്കുവാനുള്ള അവസരങ്ങളാണ് കൈവരുന്നത്. എക്സ്പോർട്ട്, ഇമ്പോർട്ട് തുടങ്ങിയ ബിസിനസ് ചെയ്യുന്നവർക്കാകട്ടെ വളരെ സൂക്ഷിക്കേണ്ട സമയമാണിത്. തങ്ങൾ അറിയാത്ത കാരണങ്ങൾക്കായി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ശിക്ഷണ നടപടികൾ നേരിടേണ്ടി വരുന്നതാണ്. ഇനി വീട്ടമ്മമാർ, കുടുംബിനികൾ എന്നിവർക്ക് സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും മാസമാണ് ജൂൺ. തങ്ങളുടെ ഉത്തരവാദിത്തങ്ങളിലൂടെ മുന്നോട്ടു പോകുമ്പോൾ തന്നെ ഇവർക്ക് ജീവിത പങ്കാളിയുടെ കാര്യങ്ങളിലും സന്താനങ്ങളുടെ അഭിവൃദ്ധിയിലും ഇടപെട്ട് കൂടുതൽ ഗുണഫലങ്ങൾ കുടുംബത്തിലേക്ക് എത്തിക്കുവാനായി സാധിക്കുന്നു. ഗൃഹത്തിലെ മുതിർന്ന പൗരന്മാർ, വയോജനങ്ങൾ, മാതൃപിതൃ സ്ഥാനത്തുള്ളവർ എന്നിവർക്കിത് വിശ്രമത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമയമാണെന്ന് പറയാം. ഗൃഹത്തിൻ്റെ സർവ്വ ഐശ്വര്യത്തിൻ്റെയും കാരണഭൂതരായ ഇവരിലൂടെ നിങ്ങൾക്ക് സമാധാനവും സന്തോഷവും അനുഭവിക്കുവാൻ സാധിക്കുന്നു. ഇനി അധ്യാപനം, ബാങ്കിങ് തുടങ്ങിയ രംഗങ്ങളിൽ ബന്ധപ്പെട്ടവർക്ക് മാനസിക ബുദ്ധിമുട്ടുകളും ജോലി സംബന്ധമായ തിരക്കുകളും കൂടുതൽ അനുഭവപ്പെടുന്ന സമയമാണിത്. സമൂഹത്തിലെ വളരെ പ്രധാനപ്പെട്ട കർമ്മമണ്ഡലങ്ങളിൽ ഉൾപ്പെടുന്ന ഇവർക്ക് പലവിധത്തിലുള്ള അംഗീകാരവും പ്രശസ്തിയും വന്നു ഭവിക്കുമെങ്കിലും വളരെയധികം മാനസിക സംഘർഷങ്ങൾ വന്നു ഭവിക്കുവാനുള്ള സാധ്യത കാണുന്നു. ഓഹരി, പണമിടപാട് സംബന്ധമായ മേഖലകളിലുള്ളവർക്ക് അലച്ചിലിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും സമയമാണിത്. സർക്കാർ തലങ്ങളിലുള്ള സ്വാധീനം മൂലം നിങ്ങൾക്ക് കർമ്മസംബന്ധമായ തടസ്സങ്ങൾ, മറ്റുള്ളവരുടെ ഇടപെടലുകൾ വഴിയുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്നിവ മാറ്റുവാൻ സാധിക്കുന്നു. ഇനി ടെലികമ്മ്യൂണിക്കേഷൻസ്, വർക്ക്ഷോപ്പ്, റിപ്പയറിംഗ് സർവീസ് എന്നീ കർമ്മരംഗങ്ങളിൽ ഉൾപ്പെടുന്നവർക്ക് അതീവ ജാഗ്രത വേണ്ടി വരുന്നതായാണ് കാണുന്നത്. അതുപോലെ തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് ജൂൺ മാസം മുഴുവൻ തന്നെ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണെന്ന് പറയാം. വളരെയധികം ജാഗ്രതയോടുകൂടി ജോലി ചെയ്യേണ്ടുന്ന സമയമാണ്. ഇനി അഡ്മിനിസ്ട്രേഷൻ, പോലീസ്, പ്രതിരോധ രംഗത്തുള്ളവർ എന്നിവർക്ക് തങ്ങളുടെ സാമ്പത്തിക രംഗത്ത് വളരെയധികം പുരോഗതിയും പ്രശസ്തിയും വരുന്നതായി കാണുന്നു. സ്ഥലമാറ്റം, കീർത്തി, യശസ് എന്നിവയ്ക്കുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഇനി മണ്ണ്, കല്ല് തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട വ്യവസായങ്ങളിൽ, കച്ചവടങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് കുടുംബസൗഖ്യമില്ലായ്മ, അപകടങ്ങൾ, വിവാഹിതരാണെങ്കിൽ സന്താനങ്ങൾക്ക് അരിഷ്ടതകൾ, അസുഖങ്ങൾ, ജീവിത പങ്കാളിക്ക് ശ്വാസകോശ സംബന്ധമായതോ ദഹന സംബന്ധമായതോ ആയ അസുഖങ്ങൾ എന്നിവയ്ക്ക് സാധ്യതയുള്ളതിനാൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ്. അതുപോലെ വിദേശത്ത് ജോലി ചെയ്യുന്നവർ, ബിസിനസ് നടത്തുന്നവർ എന്നിവർക്ക് വിപുലീകരണം, നിങ്ങളുടെ ബിസിനസ്സിലോ ജോലിയിലോ ഉള്ള വിപുലീകരണം പ്രാപ്തമാണ്. അതുപോലെ തന്നെ ജോലിക്കാർക്ക് നിലവിലുള്ള ജോലി നഷ്ടപ്പെടുകയോ
തൻ്റേതല്ലാത്ത കാരണത്താൽ പുറത്താക്കപ്പെടുകയോ ചെയ്യുവാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ തന്നെയും നിങ്ങൾക്ക് വളരെ വേഗത്തിൽ തന്നെ കൂടുതൽ മെച്ചപ്പെട്ട ജോലി സാധ്യതയാണ് തെളിയുന്നത്. അതുപോലെ തന്നെ വിദേശത്ത് ബിസിനസ് നടത്തുന്നവരാണെങ്കിൽ അവർക്ക് ബിസിനസ് മാറ്റം കാണുന്നുണ്ട്. നിലവിലുള്ള ബിസിനസ്സിൽ നിന്നും ഒരു പുതിയ ബിസിനസ് അഥവാ കർമ്മമണ്ഡലത്തിലേക്കുള്ള മാറ്റം അനിവാര്യമാണെന്ന് കാണുന്നു. ജീവിത വിജയവും കുടുംബസൗഖ്യവും കാണുന്നുണ്ട്. നാട്ടിൽ നിൽക്കുന്നവരാണെങ്കിൽ കാർത്തിക നക്ഷത്ര ജാതർക്ക് ഈ സമയത്ത് ത്വക്ക് സംബന്ധമായ അസുഖങ്ങൾ, സ്ത്രീകളാണെങ്കിൽ ആർത്തവുമായി ബന്ധപ്പെട്ട ചില അസുഖങ്ങൾ, മാനസികമായ ബുദ്ധിമുട്ടുകൾ എന്നിവ കാണുന്നുണ്ട്. കൂടാതെ നിങ്ങൾക്ക് സ്വന്തം നാട്ടിൽ നിന്ന് അഥവാ ജന്മഗൃഹത്തിൽ നിന്ന് വിട്ടുനിന്നുള്ള ജോലി, ബിസിനസ്, കർമ്മരംഗങ്ങൾ എന്നിവയാണ് കാണുന്നത്. മാതാപിതാക്കൾക്കും സഹോദരർക്കും പൊതുവെ സമയം അനുകൂലമാണെങ്കിലും പിതാവിനുണ്ടാകുന്ന ചില അസുഖങ്ങൾ, മാതാവിൻ്റെ ബന്ധുക്കളുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ എന്നിവ നിങ്ങളെ അലട്ടുവാനുള്ള സാധ്യത കാണുന്നു. സഹോദര സ്ഥാനത്തുള്ളവരുടെ അനുകൂല ഭാവം ഗുണം ചെയ്യുന്നു. ഇനി പ്രണയബന്ധത്തിലുള്ളവർക്കും വളരെ അനുകൂലമായ സമയമാണ് ജൂൺ മാസം. നിങ്ങളുടെ പ്രണയബന്ധങ്ങൾ പൂവണിയുന്ന സമയമാണ്. വിവാഹിതരാവാൻ തീരുമാനിക്കുന്നവർക്ക് ആഗ്രഹപൂർത്തീകരണം കാണുന്നു. സന്താനങ്ങൾക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്കാകട്ടെ അഭീഷ്ട കാര്യസിദ്ധി പ്രാപ്തമാകുന്നു. കുടുംബസമാധാനം, സന്തോഷം, സാമ്പത്തിക കാര്യങ്ങളിലുള്ള സ്ഥിരത എന്നിവയും വളരെ മികച്ചതാവുന്നു. നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ കരുതലിലും സ്നേഹത്തിലും നിങ്ങൾക്ക് ജീവിതത്തിൽ വളരെയധികം മേഖലകളിൽ വിജയം കൈവരിക്കുവാനും ജീവിത ലക്ഷ്യത്തിലെത്തുവാനും എളുപ്പത്തിൽ സാധിക്കുന്നതാണ്. വിവാഹിതരാണെങ്കിൽ സന്താന ശ്രേയസ്, ആഗ്രഹ സാക്ഷാത്കാരം എന്നിവ കാണുന്നുണ്ട്. ജീവിത പങ്കാളിയുമായുള്ള സ്നേഹബന്ധവും സഹകരണവും മൂലം നിങ്ങളുടെ കുടുംബജീവിതം വളരെ സന്തുഷ്ടകരമാകുന്നു. നിങ്ങൾക്ക് സന്താനങ്ങളിൽ കൂടിയുള്ള കുടുംബാഭിവൃദ്ധി കാണുന്നുണ്ട്. നിങ്ങളുടെ സുഹൃത്തുക്കൾ മൂലമുള്ള നേട്ടങ്ങൾ, ജീവിത സന്ധാരണം എന്നിവ അനുഭവയോഗ്യമാകുന്നതാണ്. എന്നാൽ അപരിചിതരുമായുള്ള ബന്ധങ്ങൾ നിങ്ങളെ അപകടത്തിലെത്തിച്ചേക്കാമെന്നതുകൊണ്ട് തന്നെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്ന്. ജൂൺ മാസം അവസാന ആഴ്ചകളിൽ അപകീർത്തി, അപവാദങ്ങൾ എന്നിവയ്ക്കുള്ള സാധ്യതയുള്ളതിനാൽ തന്നെ മറ്റുള്ളവരുമായുള്ള ഇടപെടലുകളിൽ അതീവ ജാഗ്രതയും സ്വന്തം തീരുമാനങ്ങളുടെ പുനഃപരിശോധനയും നടത്തേണ്ടതാണ്. നിങ്ങൾക്ക് വളരെയധികം ദൈവാധീനം അനുഭവപ്പെടുന്ന സമയമാണിത്. ഈശ്വരാനുകൂലം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്ന സമയമാണ്. എന്നിരുന്നാലും ക്ഷേത്രദർശനവും പുണ്യപ്രവൃത്തികളും നിങ്ങൾക്കുണ്ടാവുന്ന താൽക്കാലികമായ ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ എന്നിവ ഒഴിവാക്കുവാൻ സാധിക്കുന്നതാണ്. കല, മാധ്യമ പ്രവർത്തനങ്ങൾ എന്നിവയിൽ ഏർപ്പെട്ടവർക്ക് കുറച്ച് വിഷമതകളും അലച്ചിലുകളും വർദ്ധിച്ച കാലമാണിതെന്ന് പറയാം. ജോലി, കർമ്മമണ്ഡല സംബന്ധമായുള്ള യാത്രകൾ കൂടുതൽ ചെയ്യേണ്ടി വരുന്നതാണ്. അതുപോലെ തന്നെ മനസ്സിൽ നിരാശയുളവാക്കുന്ന ഫലങ്ങൾ സ്വീകരിക്കേണ്ടി വരുന്നതാണ്. അതിനാൽ തന്നെ ഈ രംഗങ്ങളിലുള്ളവരെല്ലാം തങ്ങളുടെ പ്രവർത്തന മണ്ഡലങ്ങളിൽ അതീവ ശ്രദ്ധയോടെ തന്നെ ആത്മവിശ്വാസത്തോടെ തന്നെ മുന്നോട്ട് പോകേണ്ടതാണ്. ഇനി രാഷ്ട്രീയക്കാർ, രാജ്യസേവനം നടത്തുന്ന മന്ത്രിമാർ, മറ്റു ഭരണനിർവഹണ വകുപ്പുകളിൽ ജോലി ചെയ്യുന്നവർ, അവർക്കെല്ലാം തന്നെ പൊതുവെ ഗുണദോഷ ഫലങ്ങളാണ് അനുഭവയോഗ്യമായി വരുന്നത്. പൊതുജന പിന്തുണയുണ്ടെങ്കിലും നിങ്ങൾ വളരെ കരുതലോടെ തന്നെ നിങ്ങളുടെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകേണ്ടതാണ്. മറ്റുള്ളവരുമായുള്ള യാതൊരു വിധത്തിലുള്ള തർക്കങ്ങളിലോ വിദ്വേഷജനകങ്ങളായ വാഗ്വാദങ്ങളിലോ ഏർപ്പെടാൻ പാടുള്ളതല്ല. അതുപോലെ തന്നെ യാത്രകളിൽ വളരെ സൂക്ഷിക്കേണ്ടതാണ്. പരമാവധി വാഹന ഉപയോഗം കുറയ്ക്കുന്നത് തന്നെയാണ് അഭിലഷണീയം. അടുത്തത് കൃഷി, വളർത്തുമൃഗങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട ജോലി, ബിസിനസ്, സ്വയം തൊഴിൽ മേഖലകളിലുള്ളവർക്ക് സർക്കാർ ആനുകൂല്യം ലഭിക്കുന്നതാണ്. വായ്പകൾ ലഭിക്കുന്നതാണ്. അംഗീകാരങ്ങൾ, പ്രശസ്തി, എല്ലാവരുടെയും ആദരവ്, സ്നേഹം എന്നിവ അനുഭവയോഗ്യമാകുന്നതാണ്. ഗതാഗതവുമായി ബന്ധപ്പെട്ട ജോലി, ബിസിനസ് ചെയ്യുന്നവർക്കാകട്ടെ ഏറ്റവും അനുകൂലവും അഭിവൃദ്ധിദായകവുമായ സമയമാണ് ജൂൺ മാസം. തുടർമാസങ്ങൾ നിങ്ങൾക്കുണ്ടായേക്കാവുന്ന സമാധാനവും സന്തോഷവുമെല്ലാം തന്നെ ജൂൺ മാസം പകുതിയോടെ നിങ്ങൾക്ക് അനുഭവയോഗ്യമാകുന്നതായി കണ്ട് സന്തോഷിക്കാവുന്നതാണ്. പ്രൊഫഷണൽ മേഖലകളിലുള്ള ഡോക്ടർമാർ, എഞ്ചിനീയർമാർ എന്നിവർക്ക്
യാഥാർത്ഥ്യത്തിലേക്കുള്ള ഒരു പ്രവേശനമാണ് ജൂൺ മാസം എന്ന് പറയാം. വിവിധങ്ങളായ ജോലി സംബന്ധമായ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം നിങ്ങൾക്ക് മോചനം ലഭിക്കുന്നു. നിങ്ങൾക്കുണ്ടായിരുന്ന അനാവശ്യ ചിന്തകളും സമ്മർദ്ദങ്ങളും എല്ലാം വിട്ടുപോകുന്നതായാണ് മനസ്സിലാവുന്നത്. ഇനി ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ. വാഹനോപയോഗം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ലഹരി, മദ്യം തുടങ്ങിയ ദുശീലങ്ങളുള്ളവർക്ക് അതെല്ലാം അവസാനിപ്പിക്കുവാനുള്ള അനുയോജ്യമായ സമയമാണിത്. നിങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ച് ആശങ്കപ്പെടാതെ ശരിയായ വിശ്രമവും ഭക്ഷണവും സ്വീകരിച്ച് കുറച്ചുകൂടി ഗൗരവത്തോടെ ജീവിതത്തെ സമീപിക്കുന്നത് ഗുണഫലാർഹമാണ്. അടുത്തത് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ, വഴിപാടുകൾ. സാധ്യമാണെങ്കിൽ തിങ്കളാഴ്ചകളിൽ വ്രതമെടുക്കുകയും ശിവക്ഷേത്ര ദർശനം നടത്തുകയും ചെയ്യുക. കൂടാതെ കുടുംബക്ഷേത്ര ദർശനം നടത്തി എണ്ണ, ചന്ദനത്തിരി, കർപ്പൂരം എന്നിവ സമർപ്പിക്കുക. മാതൃസ്ഥാനത്തുള്ളവരെ കൂടുതൽ സ്നേഹിക്കുക, സംരക്ഷിക്കുക. സാധുജനസേവയും അന്നദാനവും ചെയ്യുന്നതും വളരെ ഉത്തമമാണ്. ഇതുകൂടാതെ ജാതി മതഭേദമന്യേ അവരവരുടെ വിശ്വാസക്രമമനുസരിച്ചുള്ള ആരാധനാലയങ്ങളിൽ പോയി ഉത്തമ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്നതും യഥാശക്തി വഴിപാടുകൾ നടത്തുന്നതും നിങ്ങൾക്കുള്ള ഈശ്വരാധീനം വർദ്ധിപ്പിക്കുകയും നിങ്ങൾക്ക് സന്തോഷവും സമാധാനവുമുള്ള ഒരു ജീവിതം ലഭിക്കുകയും ചെയ്യുവാൻ സഹായിക്കുന്നു. അഗ്നിഹോത്രികളുടെ ജീവിത നിയോഗ പ്രവചനങ്ങളിലൂടെ നിങ്ങളുടെ കർമ്മദോഷങ്ങൾ നീക്കുന്നതിനും ജീവിത വിജയം നേടുന്നതിനുമായി ഞങ്ങളുടെ ബിസിനസ് വാട്സപ്പ് നമ്പറിലോ മെയിലിലോ ബന്ധപ്പെടുക. പരീക്ഷ, ഇൻ്റർവ്യൂ, ഇഷ്ടജീവിത പങ്കാളി, വിവാഹം, സന്താനഭാഗ്യം, രോഗദുരിതങ്ങളിൽ നിന്നുള്ള മോചനം, ഉദ്യോഗസ്ഥാന ലബ്ധി, ഭൂമി സ്വീകരണം, ഗൃഹനിർമ്മാണം, ഇഷ്ടജനലബ്ധി, ദാമ്പത്യ സൗഖ്യം, ജോലി, ബിസിനസ്, മറ്റു കർമ്മരംഗങ്ങളിലെ അഭിവൃദ്ധി, ആയുരാരോഗ്യ സൗഖ്യം, സർവസമസ്ത സമ്പദ് സമൃദ്ധി തുടങ്ങി എല്ലാ ജീവിത വിജയങ്ങൾക്കും കൂടാതെ സമ്പൂർണ്ണ ദോഷപരിഹാരങ്ങൾക്കും ഇഷ്ടകാര്യ വിജയങ്ങൾക്കും സർവൈശ്വര്യങ്ങൾക്കുമായി വിവിധ രത്നക്കല്ലുകൾ ധരിക്കുന്നതിനുള്ള ഉപദേശങ്ങൾക്കായും പ്രശ്നപരിഹാരങ്ങൾക്കുമായി നിങ്ങൾക്ക് അഗ്നിഹോത്രി ജീവിത നിയോഗ ആചാര്യന്മാരുടെ ഉപദേശം സ്വീകരിക്കാവുന്നതാണ്. ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, നേരിട്ടുള്ള പ്രൈവറ്റ് കൺസൾട്ടേഷൻ, ഓൺലൈൻ ഫോൺ കൺസൾട്ടേഷൻ എന്നിവയ്ക്ക് വാട്സപ്പിലൂടെയോ മെയിലിലൂടെയോ ഉള്ള മുൻകൂർ ബുക്കിംഗ് ആവശ്യമാണ്. ബിസിനസ് വാട്സപ്പ് നമ്പർ ശ്രദ്ധിച്ചോളൂ: 9846797971. മെയിൽ ID myniyogam@gmail.com. നിങ്ങളുടെ എല്ലാവിധത്തിലുമുള്ള പിതൃ, കർമ്മ, ഗ്രഹ, രാശി, നക്ഷത്ര ദോഷ നിവൃത്തികൾക്കും പരമമായ ജീവിത വിജയത്തിനും അവസാനത്തെ അത്താണി അഗ്നിഹോത്രി ജീവിത നിയോഗ ആചാര്യന്മാർ. അഗ്നിഹോത്രികളുടെ ജീവിത നിയോഗ പ്രവചനങ്ങൾ മനുഷ്യ നന്മയ്ക്ക്.